ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. നിനക്ക് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുകയാണ്. നല്ലവനായ കർത്താവ് ലൂർദ് മാതാവിലൂടെ ധാരാളം സൗഖ്യങ്ങൾ ശരീരത്തിലും മനസ്സിലും ചുറ്റുപാടുകളിലും നിനക്ക് നൽകപ്പെടട്ടെ, നൽകുവാൻ ഇടവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരമാണ് പറയുക: ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ഇത് ഈശോ കൊടുക്കുന്ന ഒരു താക്കീതാണ്. ഫരീസേരെയും നിയമജ്ഞരെയുമാണ് ഈശോ ലക്ഷ്യം വയ്ക്കുക. ഫരീസേരും നിയമജ്ഞരും ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാണ്. ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ, പാരമ്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ. അവരോടാണ് ഈശോ ശക്തമായ ഭാഷയിൽ പറയുക: നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ചിട്ട് പാരമ്പര്യം മുറുകെ പിടിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. ഈശോ 10 കൽപ്പന കൂട്ടിക്കൊണ്ട് സ്നേഹത്തിൻ്റെ 2 കൽപ്പനയിലേക്ക് ചേർത്ത് വെച്ചു. എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ സ്നേഹത്തിൻ്റെ കൽപ്പന മറന്നിട്ട് പാരമ്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ഈശോ വിമർശിച്ച ഒരു രീതിയാണ്. യഹൂദരിലേക്കും നിയമജ്ഞരിലേക്കുമാണ് വിരലുകൾ പോയതെങ്കിലും ഇന്ന് നീ നിൻ്റെ നെഞ്ചിലേക്കും കൊണ്ടൊന്ന് കൈ ചൂണ്ടിക്കണം, ഒന്ന് നോക്കണം. ഏതെങ്കിലുമൊക്കെ പാരമ്പര്യത്തിന് വേണ്ടി, ഏതെങ്കിലുമൊക്കെ നിലപാടുകൾക്ക് വേണ്ടി, ഏതെങ്കിലുമൊക്കെ നിയമത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും തലങ്ങൾ നീ വിട്ടുകളയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈശോയുടെ ഈ വിമർശനം നിനക്കും കൂടി വേണ്ടിയുള്ളതാണ്. നിൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ വരണം. നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിൻ്റെ സ്നേഹത്തിൻ്റെ പാത പിന്തുടരുവാനായിട്ട്, നിയമത്തിൻ്റെ എല്ലാ നൂലമാലകൾക്കും അപ്പുറം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ വക്തായി തീരുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നിൻ്റെ നാമത്തിൽ ഈ വ്യക്തിക്ക് സംരക്ഷണം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാം തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും, നീ എൻ്റെ സർവ്വം